ഹായ്, മോർണിംഗ് സ്റ്റോറീസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കാഴ്ചയും യാഥാർത്ഥ്യവും എന്നാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റോറിയുടെ പേര്. ഒരിക്കൽ ഒരു കാട്ടിൽ മനോഹരമായ കൊമ്പുകളുള്ള ഒരു മാൻ ഉണ്ടായിരുന്നു. സ്വർണ്ണ നിറമായിരുന്നു ആ മാനിന്റെ കൊമ്പിന്. മറ്റു മാനുകളെല്ലാം ഈ സ്വർണ്ണ നിറമുള്ള മാനിനെ വാനോളം പുകഴ്ത്തിയിരുന്നു. അസ്തമയ സൂര്യന്റെ ശോഭയിൽ മാനിന്റെ കൊമ്പുകൾ തിളങ്ങുന്നത് കണ്ട് മറ്റു മാനുകൾ ആരവം മുഴക്കിയിരുന്നു. ഇത് കണ്ട് നമ്മുടെ ഈ മാൻ അഭിമാനം കൊണ്ടിരുന്നു. മാൻ വെള്ളം കുടിക്കാൻ അരുവിയിലെത്തുമ്പോൾ സ്വന്തം കൊമ്പിന്റെ പ്രതിബിംബം നോക്കി ആശ്ചര്യത്തോടെയും സന്തോഷത്തോടെയും നിൽക്കുമായിരുന്നു. അങ്ങനെ കൊമ്പിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നത് മാനിന് വലിയ സന്തോഷം നൽകിയിരുന്നു. അങ്ങനെ മാൻ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ആ കാട്ടിൽ ജീവിച്ചു പോന്നു. ഒരു ദിവസം അരുവിയിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിബിംബം നോക്കിയിരുന്ന മാൻ അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. തന്റെ കാലുകൾ വളരെ വണ്ണം കുറഞ്ഞ് ശോഷിച്ചതാണ്. നല്ല സ്വർണ്ണ നിറമുള്ള കൊമ്പുകളും തവിട്ട് നിറമുള്ള മേനിയും ഉണ്ടായിട്ടും തന്റെ കാലുകൾ കാണാൻ ഭംഗിയില്ല. അത് മാനിനെ വളരെയധികം സങ്കടത്തിലാക്കി. തന്റെ കാലുകളോട് അതിന് പുച്ഛം തോന്നി. നല്ല വണ്ണമുള്ള കാലുകൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് 10 മടങ്ങ് സൗന്ദര്യം ഉണ്ടായേനെ എന്ന് ചിന്തിച്ച് വളരെയധികം ദുഃഖത്തിലായി. മറ്റ് മാനുകൾ തന്റെ ഈ കുറവ് ശ്രദ്ധിച്ചിട്ടില്ല എന്നത് മാനിന് ആശ്വാസമായിരുന്നു. തന്റെ ഭംഗിയില്ലാത്ത കാലുകൾ കണ്ട് അവർ കളിയാക്കി തുടങ്ങുമെന്ന് കരുതി പരമാവധി കൂട്ടത്തിൽ നിന്നും ഒഴിവായാണ് പിന്നീട് ആ മാൻ നടന്നത്. അങ്ങനെ എല്ലാ സന്തോഷങ്ങളും മറന്ന് വിഷമത്തോടെ തന്റെ കാലുകൾ ഇങ്ങനെയായല്ലോ എന്ന് കരുതി ആ മാൻ ആ കാട്ടിൽ ജീവിച്ചു പോന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാട്ടരുവിയിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുലിയുടെ ശ്രദ്ധയിൽ നമ്മുടെ മാൻ പെട്ടു. വിശന്നു വലഞ്ഞ് ഇര തേടി അലയുകയായിരുന്ന ആ പുലി മാനിനു പിന്നാലെ കുതിച്ചു. മാൻ പുലിയിൽ നിന്നും രക്ഷ നേടാൻ സർവശക്തിയും കൊണ്ടുപോടി. വൃക്ഷങ്ങൾക്കിടയിലൂടെയും കുറ്റിച്ചെടികൾ വകഞ്ഞു മാറ്റിയും ആ പാവം കുതിച്ചു. ശക്തമായ ഓട്ടത്തിനിടയിൽ തന്റെ കൊമ്പുകൾ എവിടെയൊക്കെ കുരുങ്ങി വേഗം കുറയുന്നതായി, അതായത് ഓട്ടത്തിന്റെ വേഗം കുറയുന്നതായി മാനിന് തോന്നി. കൊമ്പുകൾ എവിടെയെങ്കിലും കുടുങ്ങി ഞാൻ വീണുപോയാൽ പുലിയുടെ പിടിയിൽ ഞാൻ പെടുമെന്ന് ആ പാവത്തിന് തോന്നി. അപ്പോഴാണ് ഞെട്ടലോടെ ഒരു കാര്യം മാനിന്റെ ചിന്തയിലേക്ക് വന്നത്. താൻ സൗന്ദര്യമില്ല എന്നും പറഞ്ഞ് പുച്ഛിച്ചു കളഞ്ഞ തന്റെ സ്വന്തം കാലുകളാണ് തന്റെ ജീവനും കൊണ്ട് പായുന്നത്. എന്നാൽ അഭിമാനം കൊണ്ടിരുന്ന കൊമ്പുകൾ കാരണം ചിലപ്പോൾ തട്ടിത്തടഞ്ഞു വീണ് പുലിയുടെ വായിൽ പെടാം. ആ കൊമ്പുകൾ തന്റെ ജീവന് തന്നെ ഭീഷണിയാകുന്നു എന്ന് മാൻ തിരിച്ചറിഞ്ഞു. അവസാനം ജീവന് വേണ്ടിയുള്ള ശക്തമായ ഓട്ടം കൊണ്ട് പുലിയുടെ കണ്ണിൽ പെടാതെ ആ മാൻ രക്ഷപ്പെട്ടു. ആ സംഭവത്തിന് ശേഷം മാൻ തന്റെ കൊമ്പിന്റെ സൗന്ദര്യത്തിൽ അഭിമാനം കൊള്ളുകയോ തന്റെ ഭംഗിയില്ലാത്ത കാലുകളിൽ സങ്കടപ്പെടുകയോ ചെയ്തില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥ. മറ്റുള്ളവർ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാവില്ല യഥാർത്ഥ ജീവിതത്തിൽ സന്തോഷം നൽകുന്നത് എന്നാണ് നമ്മെ ഈ കഥ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ കുറവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നമ്മുടെ ഗുണങ്ങളിലും അതുപോലെ തന്നെ കഴിവുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നാളെ നമുക്ക് പുതിയൊരു കഥയുമായി കാണാം. ഓക്കെ, ബൈ.